ഹലോ എവ്രി വൺ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സെം മാനേജീരിയൽ ഇക്കണോമിക്സിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച് കണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോണത് കേട്ടോ. 5 മാർക്കിൻ്റെയിൽ ചോദിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ essay ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്: എക്സ്പ്ലെയിൻ ദ കൺസെപ്റ്റ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ക്വസ്റ്റ്യനിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. എന്താ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ഡിമാൻഡും പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസും തമ്മിലുള്ള റേഷ്യോനെയാണ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. അതായത് ഒരു പ്രോഡക്റ്റ് ഉണ്ടെന്ന് വിചാരിക്കുക, ആ പ്രോഡക്റ്റിൻ്റെ പ്രൈസിൽ ചേഞ്ച് വരുമല്ലോ, ആ പ്രൈസിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിറ്റർമിനൻറ്റിൽ ചേഞ്ച് വരികയാണ്. ആ ചേഞ്ച് ഇൻ പ്രൈസും അതുകൊണ്ട് ഡിമാൻഡിൽ വരുന്ന ചേഞ്ചും തമ്മിലുള്ള ആ ഒരു റേഷ്യോനെയാണ് നമ്മൾ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ED അല്ലെങ്കിൽ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ബൈ പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ പ്രൈസ്. ചേഞ്ച് ഇൻ പ്രൈസും ചേഞ്ച് ഇൻ ഡിമാൻഡും തമ്മിലുള്ള ആ ഒരു റേഷ്യോ ആണ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഇനി പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ബൈ പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ പ്രൈസ് ആണ് നമ്മൾ പറഞ്ഞു. അപ്പോൾ പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് കാണണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ്, എത്രയാണോ ക്വാണ്ടിറ്റി ഡിമാൻഡഡിൽ ചേഞ്ച് വന്നിരിക്കുന്നത്, ബൈ ഒറിജിനൽ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ചെയ്യുക. അതുപോലെ പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ പ്രൈസ് കാണാനായിട്ട് ചേഞ്ച് ഇൻ പ്രൈസ് ബൈ ഒറിജിനൽ പ്രൈസ് ചെയ്താൽ മതി. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇനി ടൈപ്സ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് മെയിനായിട്ട് 3 ടൈപ്സ് ആണ് വരുന്നത്. ഫസ്റ്റ് വൺ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, സെക്കൻഡ് വൺ ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, തേർഡ് വൺ ക്രോസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. 3 ടൈപ്സ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ആണ് വരുന്നത്. ഏതൊക്കെയാണ്? പ്രൈസ്, ഇൻകം, ക്രോസ്. ഇനി ഫസ്റ്റ് വൺ ആയിട്ടുള്ള പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് പറയാം. ഇതെന്താണ്? ഇതൊരു മെഷറാണിടാ. അതായത് ഒരു പ്രോഡക്റ്റ്, ആ പ്രോഡക്റ്റിൻ്റെ പ്രൈസിൽ വരുന്ന ചേഞ്ചസ് ഉണ്ട് അല്ലേ. പ്രൈസ് എപ്പോഴും ഒരേപോലെ ആയിരിക്കുമോ? ഇല്ല, പ്രൈസിൽ ചേഞ്ചസ് വരും. ആ ചേഞ്ചസ് കൊണ്ട് ക്വാണ്ടിറ്റി ഡിമാൻഡിൽ ഉണ്ടാകുന്ന ചേഞ്ചസിനെ മെഷർ ചെയ്യുന്നതിനെയാണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസിൽ വരുന്ന ചേഞ്ചസ് ഉണ്ട്, ആ ചേഞ്ചസ് കൊണ്ട് ക്വാണ്ടിറ്റി ഡിമാൻഡിൽ വരുന്ന ചേഞ്ചസിനെ മെഷർ ചെയ്യുന്നതിനെയാണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഇതിനും ടൈപ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഡിഗ്രീസ് ഉണ്ട്. ഡിഗ്രീസ് ഓർ ടൈപ്സ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഏതൊക്കെയാണ്? പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്, പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്, യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ്, റിലേറ്റീവ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്, റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്. അങ്ങനെ 5 എണ്ണമാണ് വരുന്നത്. ഏതൊക്കെയാണ്? പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്, പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്, യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ്, റിലേറ്റീവ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്, റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്. ഓരോന്നും എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് അല്ലേ. അതായത് നമ്മുടെ പ്രൈസിൽ ചെറിയൊരു ചേഞ്ച് വന്നു, അത് ക്വാണ്ടിറ്റി ഡിമാൻഡിൽ ഇൻഫിനിറ്റ് ചേഞ്ച് ആയിട്ട് മാറി. അങ്ങനെയുള്ളതിനെയാണ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത്. പ്രൈസിൽ ചെറിയൊരു ചേഞ്ചേ വന്നിട്ടുള്ളൂ, അത് ക്വാണ്ടിറ്റി ഡിമാൻഡിൽ ഇൻഫിനിറ്റ് ആയിട്ടുള്ള ചേഞ്ച് ആയിട്ട് മാറിയെന്നുണ്ടെങ്കിൽ അതിനെയാണ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഇലാസ്റ്റിസിറ്റി എന്തായിരിക്കും? ഇൻഫിനിറ്റ് ആയിരിക്കും അല്ലേ. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡിൻ്റെ കേസിൽ എന്ന് പറയുന്നത്, ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് ആയിരിക്കും. അതായത് പ്രൈസിൽ ചെറിയൊരു ചേഞ്ച് വന്നത് ക്വാണ്ടിറ്റി ഡിമാൻഡിൽ ഇൻഫിനിറ്റ് ചേഞ്ച് ആയിട്ട് മാറി. നെക്സ്റ്റ് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡാണ്. പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, പ്രൈസിൽ എന്ത് തന്നെ ചേഞ്ച് വന്നോട്ടെ, കൂടിക്കോട്ടെ കുറയട്ടെ, എന്ത് ചേഞ്ച് വന്നാലും അത് ക്വാണ്ടിറ്റി ഡിമാൻഡിനെ ബാധിക്കുന്നില്ല. ക്വാണ്ടിറ്റി ഡിമാൻഡിൽ ഒരു ചേഞ്ചസും കൊണ്ടുവരുന്നില്ലെങ്കിൽ അതിനെയാണ് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഇവിടെ ഇലാസ്റ്റിസിറ്റി എന്തായിരിക്കും? 0 ആയിരിക്കും. അതായത് പ്രൈസിൽ എന്ത് തന്നെ ചേഞ്ച് വന്നാലും അത് ക്വാണ്ടിറ്റി ഡിമാൻഡിനെ ബാധിക്കുന്നില്ല. ക്വാണ്ടിറ്റി ഡിമാൻഡിൽ ഒരു ചേഞ്ചും വരുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ്. യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈക്വൽ ചേഞ്ച് ആയിരിക്കും. അതായത്
പ്രൈസിൽ വരുന്ന പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും എന്തിനോട്? ക്വാണ്ടിറ്റി ഡിമാൻഡിൽ വരുന്ന പ്രൊപ്പോർഷനേറ്റ് ചേഞ്ചിനോട്. അങ്ങനെയുള്ളതിനെയാണ് യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത്. എന്താണ്? പ്രൈസിൽ വരുന്ന പ്രൊപ്പോർഷനേറ്റ് ചേഞ്ചിനോട് ഈക്വൽ ആയിരിക്കും എന്ത്? ക്വാണ്ടിറ്റി ഡിമാൻഡിൽ വരുന്ന പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച്. അതാണ് യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ്. ഈ കേസിൽ ഇ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 1 ആയിരിക്കും. ഇ ഈക്വൽ ടു 1 ആയിരിക്കും. നെക്സ്റ്റ് റിലേറ്റീവ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്. റിലേറ്റീവ്ലി ഇലാസ്റ്റിക് ഡിമാൻഡിൽ എങ്ങനെയായിരിക്കും? അതായത് എപ്പോഴും ചേഞ്ച് ഇൻ പ്രൈസിനേക്കാളും പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ പ്രൈസിനേക്കാളും കൂടുതലായിരിക്കും ചേഞ്ച് ഇൻ ഡിമാൻഡ്. എന്താണ്? പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ പ്രൈസിനേക്കാളും മോർ ആയിരിക്കും ചേഞ്ച് ഇൻ ഡിമാൻഡ്. പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ഡിമാൻഡ് ഇസ് മോർ ദാൻ പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ പ്രൈസ്. പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ പ്രൈസിനേക്കാളും കൂടുതലായിരിക്കും പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ഡിമാൻഡ്. അങ്ങനെയാണെങ്കിലാണ് റിലേറ്റീവ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് ആവണത്. ഇ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. ഇ ഈക്വൽ ടു ഇലാസ്റ്റിസിറ്റി ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. ഇനി റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡോ അതാവുമ്പോൾ എന്തായിരിക്കും? ലെസ് ആയിരിക്കും അല്ലേ? പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ പ്രൈസിനേക്കാളും കുറവായിരിക്കും എന്തെന്ന് പറയുന്നത്? പെർസെൻറ്റേജ് ചേഞ്ച് പ്രൊഡ്യൂസ്ഡ് ഇൻ ഡിമാൻഡ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ളതിനെയാണ് റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? റിലേറ്റീവ്ലി ഇലാസ്റ്റിക് ആകുമ്പോൾ കൂടുതലായിരിക്കും ചേഞ്ച് ഇൻ പ്രൈസിനേക്കാളും കൂടുതലായിരിക്കും ചേഞ്ച് ഇൻ ഡിമാൻഡ്. റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക് ആകുമ്പോൾ ചേഞ്ച് ഇൻ പ്രൈസിനേക്കാളും കുറവായിരിക്കും ചേഞ്ച് ഇൻ ഡിമാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പോൾ ടൈപ്സ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓക്കെ ആയില്ലേ? ഇനി നമ്മൾ ഇലാസ്റ്റിസിറ്റിയുടെ ടൈപ്പ് പറഞ്ഞപ്പോൾ പറഞ്ഞു പ്രൈസ് ഇലാസ്റ്റിസിറ്റിൻ്റെ ഇൻകം ഉണ്ട്, ക്രോസ് ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ പ്രൈസ് ആണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. നെക്സ്റ്റ് പറയുന്നത് ഇൻകം ഇലാസ്റ്റിസിറ്റി ആണ്. ഇൻകം ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൺസ്യൂമറിൻ്റെ ഇൻകം ഉണ്ട് അല്ലേ? ആ കൺസ്യൂമറിൻ്റെ ഇൻകത്തിൽ ചേഞ്ച് വരുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡിലും ചേഞ്ച് വരില്ലേ? ആ ചേഞ്ചിനെയാണ് ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. കൺസ്യൂമറിൻ്റെ ഇൻകത്തിൽ വരുന്ന ചേഞ്ച് കൊണ്ട് ക്വാണ്ടിറ്റി ഡിമാൻഡിൽ വരുന്ന ചേഞ്ചിനെയാണ് എന്തെന്ന് പറയണേ? ഇൻകം ഇലാസ്റ്റിസിറ്റി ഡിമാൻഡ് എന്ന് പറയുന്നത്. ലാസ്റ്റ് വൺ ആണ് ക്രോസ് ഇലാസ്റ്റിസിറ്റി ഡിമാൻഡ്. ക്രോസ് ഇലാസ്റ്റിസിറ്റി ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ കയ്യിലൊരു കൊമോഡിറ്റി ഉണ്ടെന്ന് വിചാരിക്കുക. ആ കൊമോഡിറ്റിക്ക് വേറൊരു കൊമോഡിറ്റി, 2 കൊമോഡിറ്റീസ് ഉണ്ട്. ഇപ്പോൾ എന്താണ്? ടീയും ഉണ്ട് കോഫിയും ഉണ്ടെന്ന് വിചാരിക്കുക. അതിൽ കോഫിയുടെ പ്രൈസിൻ്റെ ചേഞ്ചിനനുസരിച്ചിട്ട് ടീയുടെ പ്രൈസിൻ്റെ ക്വാണ്ടിറ്റി ഡിമാൻഡിൽ ചേഞ്ച് വരും. അതിനെയാണ് ക്രോസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. വേറെ ഒരു പ്രോഡക്റ്റിൻ്റെ വേറെ ഒരു കൊമോഡിറ്റിയുടെ പ്രൈസിൻ്റെ ചേഞ്ച് വെച്ചിട്ട് നമ്മുടെ കൊമോഡിറ്റിയിൽ എന്ത് വരും? ക്വാണ്ടിറ്റി ഡിമാൻഡിൽ ചേഞ്ച് വരും. അതായത് ഇപ്പോൾ കോഫിയുടെ പൈസ കൂടാണെന്ന് വിചാരിക്കുക. കോഫിയുടെ പ്രൈസ് കൂടിയെന്ന് വയ്ക്കുക. കോഫി പൗഡറിൻ്റെ പ്രൈസ് കൂടാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കൂടുതൽ ആളുകൾ ടീ പ്രിഫർ ചെയ്യും. അതുകൊണ്ട് നമ്മുടെ എന്ത് വരും? ക്വാണ്ടിറ്റി ഡിമാൻഡിൽ ചേഞ്ച് വരും. മെയിനായിട്ട് ഓയിലും അതുപോലെ തന്നെ വെളിച്ചെണ്ണയും. കോക്കനട്ട് ഓയിലും നമ്മുടെ സാധാ സൺഫ്ലവർ ഓയിലും. അതിൽ സൺഫ്ലവർ ഓയിലിൻ്റെ പ്രൈസ് ഇൻക്രീസ് ആവുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ആളുകൾ എന്ത് പറയും? കോക്കനട്ട് ഓയിൽ വേണമെന്ന് പറയും അല്ലേ? അപ്പോൾ അത് എന്താണ്? അതായത് ഒരു കൊമോഡിറ്റിയുടെ പ്രൈസിൽ ചേഞ്ച് വരുമ്പോൾ മറ്റേ കൊമോഡിറ്റിയുടെ ക്വാണ്ടിറ്റി ഡിമാൻഡിൽ ചേഞ്ച് വരും. അതിനെയാണ് ക്രോസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ആ ചേഞ്ചിനെയാണ്, അതിൻ്റെ മെഷറിനെയാണ് ക്രോസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മുടെ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഓക്കെയാണ്, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ എന്താണ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞു? 3 ടൈപ്പ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഉണ്ടെന്ന് പറഞ്ഞു. പ്രൈസ് ഉണ്ട്, ഇൻകം ഉണ്ട്, ക്രോസ് ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ പ്രൈസ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ പ്രൈസ് കൊണ്ട് ഉണ്ടാവുന്ന ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ആണെന്ന് പറഞ്ഞു. പ്രൈസ് ഇലാസ്റ്റിസിറ്റിയിൽ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്, പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക്, യൂണിറ്ററി, റിലേറ്റീവ്ലി ഇലാസ്റ്റിക്, റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക് ഉണ്ടെന്ന് പറഞ്ഞു. ഇൻകം ഇലാസ്റ്റിസിറ്റി എന്താണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ക്രോസ് ഇലാസ്റ്റിസിറ്റി എന്താണെന്ന് പറഞ്ഞു. ഇത്രയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഈ പറഞ്ഞതൊക്കെ ഓക്കെ ആയി, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. പിന്നെ ഇതിൻ്റെ കൂടെ ഇതിൻ്റെ ഗ്രാഫ് ഉണ്ട്. ആ ഗ്രാഫ് കൂടി ജസ്റ്റ് വരച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്കിനുള്ള സ്കോപ്പ് ഉണ്ട് കേട്ടോ. അത് അപ്പോൾ ജസ്റ്റ് ഒന്ന് ആ ഗ്രാഫ് ഒന്ന് നോക്കി വെക്കുക. അതുകൂടി ചെയ്താൽ ഈ ക്വസ്റ്റ്യൻ ഓക്കെ ആണ്. ഇത്ര എഴുതിയാൽ മതി. അപ്പോൾ ഇത്ര പറഞ്ഞത് ഓക്കെ ആയി, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ട്. ഇനി ഇതുപോലത്തെ
ഇമ്പോർട്ടൻറ്റ് വീഡിയോസ് കിട്ടണമെന്നുണ്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ സജഷൻസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെ നോട്ട്സ് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് ലിങ്ക് എടുത്തിട്ട് അതിലും ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്യാം കേട്ടോ.